ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തളവാപുരത്തോട്ടോ. ഇന്ന് നമ്മുടെ ഡോറയ്ക്കാണ് മെഡിസിൻസ് ഒക്കെ എടുക്കണമായിരുന്നു. നമ്മൾ ആശ്രാമം ആയുർവേദ ഹോസ്പിറ്റലിൽ മെഡിസിൻസ് എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളിവിടെ ഇങ്ങനെ കയറിയിട്ട് ചെറിയൊരു വ്ലോഗ്. വഴിക്കല്ല, മരുന്ന് മേടിക്കാൻ പോയി നിന്നും കുഴഞ്ഞു 4 മണിയാ കണ്ടേ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെയാണ്. അതിനെ മൈക്ക് തിരിച്ചു വെച്ചേക്കുന്നത് നേരെയല്ലേ വെക്കേണ്ടത്? കേട്ടാ പോരെ, തിരിച്ചു വെക്കണമെന്നൊന്നും ഇല്ലല്ലോ. എങ്ങനെ ചെയ്താലും കേട്ടാ പോരെ. പോലെ തന്നെ മൈക്കും തലയിരിച്ച് വെച്ചേക്ക് എന്ത് ചെയ്യാനാ? കേൾക്കുന്നുണ്ടോ നോക്കിയാ പോരെ, തലേന്നിരിക്കുന്നോ നോക്കണ്ടല്ലോ. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ദളവാപുരം പാലം. കണ്ടോ? അതാണ് ദളവാപുരം പാലം. കണ്ടിട്ടില്ലാത്തവർ കാണുക എന്നാണ് ബിനോയ് ഉദ്ദേശിക്കുന്നത്. അല്ല, കൊല്ലത്തുള്ളവരെല്ലാം കണ്ടിട്ടുണ്ടാവും, പക്ഷെ കൊല്ലത്തിന് പുറത്തുള്ളവർ കണ്ടിട്ടില്ല. അതാണ് ദളവാപുരം പാലം. പിന്നെ താണ്ടെ സാമ്പ്രാണിക്കൊടി, അതുപോലെ തന്നെ നമ്മുടെ മേരിലാൻഡ്, നമ്മുടെ മൺട്രോത്തുരുത്ത്, ഇതെല്ലാം വരുന്നത് ഈ ഏരിയ ആണ്. കണ്ടോ? ഈ ഒരു കായലിൽ കൂടാണ് പോകുന്നത്. അതെ, ഇവിടെ നമുക്ക് ഇതെല്ലാം കാണാം. അതുകൊണ്ട് നമ്മൾ അന്ന് വന്നപ്പം നമ്മൾ നടന്നു വന്നത് അവിടം വരെ കണ്ട വന്നായിരുന്നു അന്ന്. കണ്ടാ? മേരിലാൻഡില് അവിടം വരെ നടന്നു വന്നായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഈ പള്ളി അന്ന് കണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു. ഇല്ലേ? ഈ പള്ളി നമ്മൾ അന്ന് ഇവിടെ വന്നുകൊണ്ട് കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ദളവാപുരം പാലം ഒന്ന് കണ്ടായിരുന്നു. ഈ പള്ളി അങ്ങ് ദൂരെ കണ്ടാന്നോ നമ്മൾ നിന്നത്? ഇല്ല, വെള്ളം കിടക്കുന്നില്ല. വീട് ബിൽഡിങ് പോലെ കണ്ടില്ലേ? അവിടെ നിന്നുകൊണ്ട് നമ്മൾ കണ്ടത്. അപ്പോൾ മേരിലാൻഡ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മൺട്രോത്തുരുത്ത് അവിടെയാണ് മൺട്രോത്തുരുത്ത് വരുന്നത്. അവിടെ നമുക്ക് മൺട്രോത്തുരുത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് സാമ്പ്രാണിക്കുടി വരുന്നത്. ഇതിലേ കൂടെ സ്ട്രെയിറ്റ് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഇതുണ്ട്. ഇതിലേ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ഇതിലേ കൂടെ പാലമൊന്നും ഇല്ല പോകാൻ. അപ്പുറത്തോടെ വേറെ വഴികളാണ് ഉള്ളത്. വള്ളത്തിൽ പോകണം. വള്ളത്തിൽ പോവാ, അങ്ങനെ ഒരു ഓപ്ഷനാണ്. പക്ഷെ ഇവിടെ കടവല്ല, അപ്പുറത്തേ ഉള്ളു. കടവല്ല, വള്ളത്തിൽ പോകണമെങ്കിൽ നമുക്ക് അന്ന് നമ്മൾ പിന്നെ ഇവൻ പറയുമ്പോ ഇതിലേ കൂടെ പോകാന്ന്. ഒരു വള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേ കൂടെ സ്ട്രെയിറ്റ് അങ്ങ് പോകാലോ. വെള്ളം കൂടെ ചുമന്നോണ്ട് വരണം. നീ അങ്ങോട്ട് വാങ്ങിക്കണം. കാശുകാരനല്ലേ? നല്ല ഒന്നാന്തരം കച്ചവടക്കാരനാ, അറിയോ? നല്ല ഒന്നാന്തരം കച്ചവടക്കാരൻ. അവന് കാശില്ലെന്ന് എപ്പോഴും ദാരിദ്ര്യം പറച്ചിലാണ്. ദാരിദ്ര്യം പറച്ചില് എന്നെക്കാട്ടി കാശ് അവന്റെ കയ്യിലാവുള്ളത്. കോടികൾ അടുക്കി വെച്ചേക്കല്ലേ? കോടികളല്ല, ഒരു ലക്ഷപ്രഭു. ശ്രദ്ധിക്കരുത്. ഇനി നമുക്കാണ് അപ്പോൾ നമ്മൾ കണ്ട ഇപ്പം നിൽക്കുന്നത് ദളവാപുരം പള്ളി എടുത്തോട്ടോ. പള്ളിയിലെ ജസ്റ്റ് ഒരു കാഴ്ച കാണിക്കുക. നമ്മുടെ ഡോറാബുജിയിൽ കണ്ടിട്ടുള്ളവർക്ക് നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ നാസിമാമ ഇവിടെ ഇരിപ്പുണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എങ്ങനെയുണ്ടോ നാസി? കൊള്ളാം, നല്ല ശാന്തത സമാധാനമുണ്ട്. നീയും കൂടി ഇല്ലായിരുന്നേ കൊള്ളാം. നിന്റെ ഒരു മുമ്പിൽ എറിച്ചിരിക്കുന്നു. അതാ, നിനക്ക് ഞാനാണല്ലോ ശല്യം. ഞാൻ ഒഴിഞ്ഞു തരാം. വള്ളങ്ങളൊക്കെ കൂട്ടിയിട്ട് കെട്ടിയിട്ടേക്കുന്നുണ്ടോ? വള്ളങ്ങളെ കെട്ടിയിട്ടേക്കുന്നുണ്ടോ? വള്ളങ്ങളൊക്കെ ഒരു തെറ്റ് പറ്റിപ്പോയി. നീ ഒന്ന് ക്ഷമിക്കും. ഞാൻ നോക്കും വള്ളം കെട്ടിയിട്ടേക്കുന്നത്. ദളവാപുരം പാലം കണ്ടില്ലേ? വീണ്ടും വീണ്ടും ദളവാപുരം പാലം ആണ്. ഇതുവരെ മാറ്റി പറയാറായിട്ടില്ല. ബാക്ക് ക്യാമറയിലെ വിശേഷം ദളവാപുരം പാലം. കായലിൽ കൂടെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. വീണ്ടും ദളവാപുരം പാലം വള്ളം കൂട്ടി കെട്ടിയിട്ടിരിക്കുന്നത്. അവിടെയും സൂം ചെയ്ത് കാണിക്കാവേ. ഇതിനെന്തോ പറയുന്നത്? ബോട്ട്. ബോട്ട് ഇപ്പഴല്ലോടാ പറഞ്ഞത്. ബോട്ട് ദാണ്ട കെട്ടിയിട്ടേക്കുന്നത്. അതുപോലെ സവാരി ചെയ്യുന്ന ആൾക്കാരതോ അവിടെയൊക്കെ ഉള്ളത് കണ്ടാ. ബിനോയുടെ വലവീശൽ മീൻപിടുത്തം കാണേണ്ട ഒരു കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്, പറയേണ്ടതാണ്. നമ്മുടെ വലവീശുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അല്ല, ഒന്നല്ലേ ഇട്ടുള്ളൂ. 2000 കൊടുത്ത് വലയം മേടിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ. ഫോട്ടോ വ്യൂ പോയിന്റ് കേട്ടോ. നല്ല ഫോട്ടോ വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന്. നല്ല ബാക്ക്ഗ്രൗണ്ട്, ഇട്ടുവിട്ട് ബാക്ക്ഗ്രൗണ്ട്. ഇതുണ്ടല്ലേ, ആകാശമൊക്കെ കണ്ടില്ലേ? ഈ ഒരു കളറിൽ നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്കിതിനകത്ത് നാസിയുടെ 1-2 ഫോട്ടോ എടുത്തിട്ട് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പാറ കണ്ടോ? ഈ പാറയുടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയ കുഞ്ഞൻ മീനുകൾ കൂട്ടത്തോടെ നിൽക്കുന്നുണ്ടോ? കുഞ്ഞൻ പൊടി മീൻ. അവിടെയൊക്കെ മീനുകളുണ്ട്, വലിയ മീനുണ്ട്. കണ്ടേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വലിയ മീൻ ഈ കുഞ്ഞൻ മീനെ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഇല്ല കുഞ്ഞൻ മീനുകളുണ്ടാ, ചെറിയ മീൻ. അതുപോലെ ഞണ്ട് ഇതുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കയറി ഇഷ്ടം പോലെ ഞണ്ടുകളുണ്ട്. ഞണ്ട്, കക്ക കണ്ട, മീനുകൾ. നല്ല അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം. പിന്നെ മെയിനായിട്ടും കാണിക്കേണ്ടത് ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ. ദളവാപുരം പള്ളി സത്യത്തിൽ ഭയങ്കര സമാധാനം തരുന്ന ഒരു പള്ളി. പക്ഷേ ഒരു വലിയ ഞണ്ടിനെ കണ്ടായിരുന്നു. ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി നോക്കിയാൽ നടന്നില്ല. നല്ല അതായത്
നല്ല നമുക്ക് സമാധാനം തരുന്നൊരു പള്ളിയാണ്. എൻ്റെ ഡോറയുടെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പിന്നെ ഗബ്രൂട്ടന് സുഖമില്ലാതായ സമയത്തൊക്കെ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. കണ്ടില്ലേ, പുരാതന പള്ളിയാണ്, സെൻറ്റ് ജോസഫ് ചർച്ച്. കണ്ട, നല്ല ശാന്തിയും സമാധാനവും തരുന്ന നല്ല ഒരു അന്തരീക്ഷം നമുക്ക് സമ്മാനിക്കുന്ന അടിപൊളിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ പള്ളിയും. നമുക്കിവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നല്ല സമാധാനം കിട്ടും. ഇഷ്ടംപോലെ പേര് ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അടിപൊളി സ്ഥലമല്ലേ. ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മുടെ നാസി ഭയങ്കരമായിട്ട് സൈലൻറ്റ് ഫീൽ ചെയ്യുക. അവൻ പറയുന്നത് ഞാൻ അവന് ശല്യമാണ്, അവൻ്റെ കൂടെ നിൽക്കേണ്ടതാണല്ലേ. അതുകൊണ്ട് അവനാണെങ്കിൽ സമാധാനത്തോടെ എൻ്റെ മുഖത്തോട്ട് പിടിച്ചോണ്ട് അതെന്താണ് നിൻ്റെ മുഖത്തോട്ട് വന്നാൽ? എടാ, നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. നിനക്ക് പ്രത്യേകം ഫാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ആൾക്കാർ കാണട്ടെ നിൻ്റെ ഫേസ്. നല്ല എന്താ ഇത്രയും സുന്ദരമായ മുഖം ആൾക്കാർ കാണണ്ടേ? നല്ല സുന്ദരം കണ്ട് ആസ്വദിക്കട്ടെ ആൾക്കാർ. വയ്യ കുഴഞ്ഞിരിക്കുക. എൻ്റെ തിന്നല്ലേ കുഴഞ്ഞത്? 2 പ്ലേറ്റ് ബിരിയാണി അടിച്ചിട്ടിരിക്കുക. അപ്പം പിന്നെ കുഴയാതിരിക്കുവോ? അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ദളവപുരത്തെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നടാ? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലമാണ്. നമ്മളിവിടെ എല്ലാവരും വരണം. അതെ, വരാത്തവരുണ്ട് വരണം. അടിപൊളിയാണ്. എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് പള്ളി വരുന്നവർക്ക് പള്ളി വരാം, പിന്നെ ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഇത്തിരി നേരം വന്നിരുന്ന് സംസാരിക്കുന്നവർക്ക് സംസാരിക്കാം. അതെ, സമാധാനം ഇരിക്കണം. കവിതാക്കൾക്ക് പറ്റുന്ന സ്ഥലമാണ്. റൈറ്റർമാർക്ക് പറ്റിയ അടിപൊളി സ്ഥലം. ബിനോയെ പോലുള്ള ആഭാസന്മാർ വരാതിരിക്കുക. അപ്പോൾ കൂട്ടുകാരെ, എടുത്തു പറയാം, ദളവപുരത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ ബൈ ബൈ.